ഹലോ. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയാലോ? ആകെക്കൂടി ഒരു സൺസ്ക്രീനും പോൺസിൻ്റെ ഒരു ക്രീമും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. വേറൊന്നുമല്ല, ബാക്കിയൊന്നും ഉപയോഗിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ആ ഒരു പോൺസിൻ്റെ ക്രീം ഇട്ടിട്ട് പിന്നെ ഇടുന്നത് ഡെംഡോക്കിൻ്റെ സൺസ്ക്രീനാണ്. പിന്നെ പിരികൻ എഴുതി കൊടുക്കുന്നുണ്ട്. പിരികൻ എഴുതി കൊടുത്തില്ലെങ്കിൽ കാണാൻ വളരെ ബോറായിരിക്കും. വേറൊന്നുമല്ല, പിരികൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പിരികൻ എഴുതിയില്ലെങ്കിൽ നല്ല മുട്ട പോലെ ഇരിക്കും. പിന്നെയും ഒരു ടാൽക്കം പൗഡർ, അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. മുക്കാൽ ഭാഗം കയ്യിലെടുക്കുന്നതിൻ്റെ മുക്കാൽ ഭാഗം കൊട്ടിക്കളഞ്ഞിട്ട് ആകെ കാൽ ഭാഗം മാത്രമേ മുഖത്തിടാറുള്ളൂ. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. എനിക്ക് കൊട്ടിക്കളഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. പിന്നെ ഒരു പൊട്ട് മസ്റ്റാണ്. പൊട്ടില്ലാണ്ടൊരു ജീവിതമേ ഇല്ല. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈനറൊക്കെ കൊണ്ട് വരച്ച് നേരെ NYBയുടെ ഈ ലിപ്സ്റ്റിക്കായിട്ട് ഇടുന്നത്. ഇതിപ്പോൾ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സ്, ഇത് പുതിയതാട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു അടിപൊളി ടോപ്പാണ്. നമുക്ക് ഓഫീസ് വെയറും കാഷ്വൽ വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ്. വില വന്നിട്ട് ഒരു 200 സംതിങ് രൂപയെ വരുന്നുള്ളൂ. പാൻറ്റും മീഷോയാട്ടോ, എല്ലാം മീഷോയാണ്. അപ്പോൾ ദേ ലാസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. വളരെ സിമ്പിളായിട്ട്, എന്തിനാ വെറുതെ പുട്ടിയൊക്കെ അടിച്ച് സമയം കളയുന്നത്? പിന്നെ പുട്ടി അടിക്കാൻ അറിയാനും പാടില്ല. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കൂടെ കയറിയൊരു പ്രാന്താട്ടോ ഈ ബ്രേസ്ലെറ്റ്. എന്താ പറയണ്ടേ, നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോരോ ക്രൈസാണല്ലോ. അപ്പോൾ ഇപ്പോൾ ബ്രേസ്ലെറ്റിന് പുറകെയാണ്. അപ്പോൾ ലൈറ്റ് നനച്ചപ്പോഴാണ് എൻ്റെ കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നോക്കൂ, ഞാൻ നല്ല സുന്ദരി മണിയായിട്ടില്ലേ? അപ്പോൾ നമുക്ക് നേരെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. അപ്പോൾ ഈ മൂക്കൂത്തി ഒരുങ്ങുമ്പോൾ മൂക്കൂത്തിയില്ലായിരുന്നു, പക്ഷേ പോരാൻ നേരം എടുത്തിട്ടതാട്ടോ. പിന്നെ ഭഗവാനോട് ചെറിയ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.